ആശങ്ക വേണോ സൂംബയിൽ എന്നുള്ളതാണ് ചോദ്യം. സുജയ, ആശങ്ക വേണോ? ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക് ഇട്ട് തുള്ളുന്നത് പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. അത് ശരിയാണ്, അത് പഠിക്കാനായിട്ടല്ല. നമ്മൾ ആരും കുട്ടികളെ സ്കൂളിൽ വിടുന്നത് ഇങ്ങനെയുള്ള അല്പവസ്ത്രം ധരിക്കാനൊന്നുമല്ല. കുട്ടികൾ യൂണിഫോം ഇട്ടാണ്, എന്റെ മക്കളൊക്കെ യൂണിഫോം ഇട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സ്കൂളിലെ ആദ്യത്തെ ഒരു 7 പീരീഡ് കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ പീരീഡിലാണല്ലോ സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ആ 7 പീരീഡിലിട്ട യൂണിഫോം ഒക്കെ ഊരി മാറ്റി അല്പവസ്ത്രമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്ത് അതിട്ടുകൊണ്ട് ഇവർ തുള്ളുന്നു എന്നാണ് ഈ പണ്ഡിതർ മനസ്സിലാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊരു തെറ്റിദ്ധാരണയാണ്. ആ ഒരു ആശങ്ക അവർക്ക് എന്തിനാണ്? അവരുടെ മക്കളായാലും നമ്മുടെ മക്കളായാലും ഒക്കെ സ്കൂളിൽ പോകുന്നത് യൂണിഫോം ഇട്ടുകൊണ്ടാണ്. യൂണിഫോം ഇല്ലാത്ത സ്കൂളുകളൊക്കെ വളരെ കുറവാണ് കേരളത്തിൽ ഇന്ന്. അപ്പോൾ ആ യൂണിഫോമിൽ തന്നെയായിരിക്കും, കാരണം ക്ലാസ് വിടുന്നതിന് തൊട്ട് മുൻപുള്ള പീരീഡ് അല്ലെങ്കിൽ ആ അവറിലാണ് ഈ വ്യായാമം നടക്കുന്നത്. അപ്പോൾ സൂംബ എന്താണെന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം, അവർ പോയി കണ്ടത് സാമ്പാ നൃത്തമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സാമ്പാ നൃത്തത്തിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വസ്ത്രമൊക്കെ കുറവാണ്. അപ്പോൾ സ്പെല്ലിംഗ് അടിച്ചു കൊടുത്തപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. സൂംബയും സാമ്പയും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഒന്നുകിൽ സാമ്പയായിരിക്കും, അല്ലെങ്കിൽ ഇവരിനി കണ്ട യൂട്യൂബ് വീഡിയോ ബെല്ലി ഡാൻസിന്റെ ആണോ എന്നും അറിയില്ല. കാരണം അതിലും അല്പവസ്ത്രം. എന്തായാലും വ്യായാമം എന്ന് പറയുന്നത് അത് ചെറിയ കുട്ടി മുതൽ പ്രായമായ മനുഷ്യൻ വരെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ആവശ്യമായതാണ്. അത് ചെയ്യാനായിട്ടുള്ള ഒരു ക്രമം അത് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതിനെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞത്. വിശുദ്ധ ഖുർആന്റെ 31 വാക്യമാണ്, 31ാമത്തെ 6-7 വാക്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിലിങ്ങനെയാണ്, അതായത് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന, സ്വന്തം മതത്തിലുള്ളവരോട് കൊടുക്കുന്ന സന്ദേശം ഇതാണ്: യാതൊരു അറിവും വിവേകവും ഇല്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ഭ്രഷ്ടരാക്കാനും അതിനെ പരിഹാസപാത്രമാക്കാനുമായി വില കൊടുത്ത് വിനോദം വാങ്ങുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ഹീന ശിക്ഷയാണുള്ളത്. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇതാണ് പാണ്ഡിത്യത്തോടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അടുത്ത ജനറേഷനിലേക്ക്, ഇന്നത്തെ 2K കിഡ്സിന് ഇതൊക്കെ അറിയാം. അവർക്ക് അവരുടെ മതത്തെക്കുറിച്ച് അറിയാം, മറ്റൊരാളുടെ മതത്തെക്കുറിച്ച് അറിയാം. ഈ മതത്തിലൊന്നും ഒരു കാര്യമില്ല, മനുഷ്യരിലാണ് കാര്യമെന്ന് പറയാം. ആ 2K കിഡ്സ് ആണ് ഇന്ന് സ്കൂളുകളിൽ പഠിക്കുന്നത്. ആ ഒരു ജനറേഷൻ ചേഞ്ച് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. വിദ്യാർത്ഥികളെ ആഭാസത്തിന് നിർബന്ധിക്കരുതെന്നാണ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത്. ഈ സൂംബയിൽ എവിടെയാണ് ആഭാസം, എവിടെയാണ് ഇടകലരൽ? ഓരോ വ്യക്തിയും സ്വതന്ത്രമായിട്ടാണ് സൂംബ ചെയ്യുന്നത്, അല്ലാതെ പരസ്പരം കെട്ടിപ്പിടിച്ചൊന്നും അല്ല ചെയ്യുന്നത്. ഇവർ കണ്ട നൃത്തരൂപം ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ കണ്ട നൃത്തരൂപം ഏതാണ്, യൂട്യൂബ് ലിങ്ക് ഏതാണ് എന്നത് അവർ വെളിപ്പെടുത്തിയാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ.